ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോ നമ്മുടെ 2026 നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ് അല്ലേ വാച്ചി? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ പറയാം ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. വാച്ചി ന്യൂ ഇയർ ഒക്കെ അടിച്ചു പൊളിച്ചില്ലേ? പടക്കൊക്കെ പൊട്ടിച്ചല്ലേ? അതെ. അപ്പൊ വാവച്ചി പടക്കൊക്കെ പൊട്ടിച്ച്, വാവച്ചിക്ക് ലീവായിരുന്നല്ലോ 10 ദിവസം. അപ്പം ഇന്ന് വാവച്ചിയുടെ ലീവ് കഴിഞ്ഞിട്ട് ഇന്ന് ക്ലാസ്സിൽ പോയ ദിവസമായിരുന്നു അല്ലേ? വാവച്ചി ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് ക്ലാസ്സിൽ പോയിട്ട്? ആർക്ക് കൊള്ളായിരുന്നു? വാവച്ചിക്ക് കൊള്ളായിരുന്നോ? സീരിയസ് ആയിട്ടോ? ഇന്ന് മമ്മേനെ മിസ് ചെയ്തോ? എന്നിട്ട് അയ്യോ എന്നിട്ട് അയ്യോ മമ്മി മിസ് ചെയ്തു വാവച്ചിന്, അറിയോ? അയ്യോ വാവച്ചിക്ക് ഇത് ക്ലാസ് ഓപ്പൺ ആയിരുന്നല്ലോ, അപ്പൊ ഭയങ്കര മിസ്സിങ് എന്നാ പറഞ്ഞത് അല്ലേ കൂട്ടാ? ഞാനും ചെറുതായിട്ട് മിസ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം എന്താന്ന് വെച്ചാൽ, നാളെ വാവച്ചിയുടെ ക്ലാസ്സിൽ എന്താ ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്, ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ്. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മളത് ഗിഫ്റ്റൊക്കെ ഒന്ന് പൊതിഞ്ഞ് നല്ല വൃത്തിക്ക് ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിഞ്ഞ് കൊടുക്കണം. ഗുഡ് മോർണിംഗ്, ഇപ്പൊ ഈവനിങ് ആയി അല്ലേ? ഇപ്പൊ ഗിഫ്റ്റ് കൊടുക്കണ്ടേ നമുക്ക് ഇനി നാളെ? എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണ്ടേ ഇനി? അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ഞാൻ വിഷൻ ബോർഡൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓർത്ത് ആദ്യം നമ്മുടെ റൂമിൽ വിഷൻ ബോർഡ് എഴുതിയിട്ട് എന്തത് ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാൻ കൊടുത്തു നമ്മൾ കാണുന്ന സ്ഥലത്ത്. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഞാൻ പിന്നെ ഓർത്തു നമ്മുടെ ഫോണിൽ വാൾപേപ്പറൊക്കെ ആയിട്ട് അത് സെറ്റാക്കി വെക്കാമെന്ന് ഓർത്തു. 2026 എന്തായാലും ഞാൻ കുറച്ച് വിഷൻ ബോർഡ് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെ, ആവശ്യം ചെയ്തു. അപ്പോൾ നമ്മൾ എന്തായാലും എഴുതി വെച്ചാൽ മാത്രം പോരാ, അത് നമ്മൾ സെറ്റാക്കി എടുക്കണം. അപ്പം അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പം ഈ വർഷം ഹാർഡ് വർക്ക് കുറച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ല വാച്ചി? വാവച്ചി എന്തൊക്കെ ചെയ്തു വിഷൻ ബോർഡിൽ? എന്താണ് വിഷൻ ബോർഡ് നിന്റെ എന്ത് ചെയ്യാൻ ആഗ്രഹം ഈ വർഷം? പിന്നെ അതെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് വാച്ചിക്ക്. പിന്നെ അടുത്ത വിഷൻ ബോർഡ് നെക്സ്റ്റ് അടിപൊളിയാണല്ലോ. അടുത്തത് വീട്ടിലിരുന്ന് ചേച്ചിന്റെ കൂടെ കളിക്കാൻ. ഓ, നല്ല അടിപൊളി വിഷൻ ബോർഡാണ് വാച്ചിയുടെ. എൻ്റെ ഇതൊന്നും അല്ല, എനിക്ക് ഇങ്ങനത്തെ അല്ല അല്ലേ വാച്ചി? ഓരോരുത്തർക്കും അതെ, എനിക്ക് ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇതാണല്ലോ അല്ലേ? അപ്പം എനിക്ക് ഗിഫ്റ്റ് പൊതിയാട്ടോ. അപ്പം എല്ലാവരും വിഷൻ ബോർഡൊക്കെ സെറ്റാക്കി വെച്ച് നമ്മുടെ ഈ വർഷം നമ്മൾ അടിപൊളിയാക്കണം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ സെറ്റാക്കണം. അതൊക്കെയാണ് എൻ്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പം നമുക്കിനി ഗിഫ്റ്റൊക്കെ പൊതിയല്ലേ? എൻ്റെ വിഷൻ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ വർഷമല്ല, അടുത്ത വർഷം 2026 എൻഡ് ആകുമല്ലോ. അപ്പം ആ സമയത്ത് ഞാൻ പറയാട്ടോ എന്തൊക്കെ നടന്നില്ല എന്നൊക്കെ. അപ്പം പറയാം. വാച്ചി ഓൾറെഡി പറഞ്ഞു കളിക്കണം എന്നൊക്കെ. എന്റെ കൊച്ച് സ്കൂളിലാ. അപ്പം ആ സ്കൂളിലായതുകൊണ്ട് ബസ്സിലാണ്. അപ്പൊ ലേറ്റ് ആയിട്ടാണ് വാവച്ചിയുടെ ടോയ് അല്ലേ? ഓക്കെ. അപ്പൊ നാളെ സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ് ആണോ? കാരണം ഗിഫ്റ്റ് കൊടുക്കാനും വാവച്ചി ഗിഫ്റ്റ് കിട്ടും, അതൊക്കെ കൊണ്ടാണോ? ഇന്ന് വാവച്ചിക്ക് മടി ഉണ്ടായിരുന്നോ? ഇല്ല, ഉറപ്പാണോ? ചെറുതായിട്ട് ഗിഫ്റ്റ് പൊതിയാൻ പോവാണ്. അപ്പൊ നമ്മള് ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് വാങ്ങിച്ചത് അല്ലേ വാവച്ചി? ഒരു ക്യൂട്ട് ബാഗാണ് വാങ്ങിച്ചത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ ഒരു നീല കളർ ഉണ്ടായിരുന്നു, പക്ഷെ അത് വലിയ ഇഷ്ടമായില്ല. പക്ഷേ ക്രിസ്മസ് ഫണ്ടാണല്ലോ, അപ്പോൾ നമുക്ക് ഒരു റെഡ് മയം പിടിക്കാന്ന് ഓർത്തിട്ട് നമ്മൾ ഒരു ക്യൂട്ട് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ വാച്ചി? വാച്ചിക്ക് ഈ ബാഗ് ഇഷ്ടപ്പെട്ടോ? അതോ നീല ബാഗാണ് ഇഷ്ടപ്പെട്ടെ? ഇതോ? അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഗിഫ്റ്റും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. എടാ, ആ ഗിഫ്റ്റ് എവിടെടാ? ബോക്സ് ആണ് വയ്ക്കുന്നത്. നമ്മളൊരു അടിപൊളി ബോക്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ ദുബായിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ്സ് ആണ്. അപ്പം ചോക്ലേറ്റ്സ് കൊടുക്കാന്ന് ഓർത്തു.
പിന്നെ ഇതിന്റെ അകത്ത് നമ്മള് ഒരു ബോക്സും കൂടെ വന്നിട്ടുണ്ട്. നമ്മളൊരു ബോക്സും കൂടെ വയ്ക്കുന്നുണ്ട്. പിന്നെ ബോക്സിന്റെ അകത്ത് പെൻസിലും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പം കുഞ്ഞു കൊച്ചല്ലേ, നമുക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് കൊടുക്കാൻ ഓർത്തു. വാവച്ചിയുടെ പ്രായം. അപ്പൊ നമ്മള് കുറെ ചോക്ലേറ്റ് വച്ചിട്ടുണ്ട്. ഇത് എന്താ പറയാ, കോയിൻ ചോക്ലേറ്റ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. നീ കഴിക്കാൻ പോണോന്നോ? വേറെ ഉണ്ടല്ലോ, അതെടുത്ത് കഴിക്കും. അത് കഴിക്കാൻ ഞാൻ വേറെ എടുത്ത് വെച്ചോളാം. അല്ലെങ്കിൽ വാവച്ചി കഴിക്കൂല കേട്ടോ. ഇത് വേണോ വേണോന്ന് ചോദിച്ചാൽ കഴിക്കൂല കേട്ടോ, അല്ലേ? ഓക്കെ, നമുക്കിത് പൊതിയുണ്ടേ. അപ്പൊ നമ്മൾ പൊതിയാനായിട്ട് നമ്മളിത് ഒരു പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കടയിൽ പോയിട്ട്. അപ്പൊ നമുക്ക് ഇതില് പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കാം, അല്ലേ? വാവച്ചിക്ക് നല്ല ഗിഫ്റ്റ് കിട്ടുമല്ലോ. എക്സൈറ്റഡ് ആണോ വാവച്ചി? ആണോ? വാവച്ചിക്ക് എന്ത് ഗിഫ്റ്റാണോ വേണ്ടത്? എന്ത് ഗിഫ്റ്റ് കിട്ടാൻ ആഗ്രഹം? അതാണോ കിട്ടണം? നമുക്ക് നോക്കാം. എന്തായിരിക്കും? എന്തിലും ഒരു ആഗ്രഹം കാണത്തില്ലേ? ക്യാറ്റോ? ക്യാറ്റോ ഇഷ്ടം? റിയൽ ക്യാറ്റോ? റിയൽ ക്യാറ്റൊന്നും ഇപ്പൊ കിട്ടത്തില്ല ഗിഫ്റ്റ്. അല്ലാത്ത പറയും ടോയ് ക്യാറ്റാ. അതല്ലേ ഇപ്പൊ ടോയ് ക്യാറ്റ് വാങ്ങിച്ചത്? ഓൾറെഡി ക്യാറ്റ് പറഞ്ഞത് കുറെ ടോയ്സ് ഇവിടെ ക്യാറ്റിന്റെ ഉണ്ട്. വേറെ ഏതാ പറ? പട്ടിയും ഉണ്ട്. അപ്പൊ ക്യാറ്റും ഡോഗും ഒക്കെയാണ് ഇഷ്ടം. ഓക്കെ, ഗിഫ്റ്റ് പൊതിഞ്ഞു അല്ലേ? അപ്പൊ നമുക്ക് നെയിമും കൂടെ ഇവിടെ ഒട്ടിക്കാം. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ്. ഓക്കെ, എഴുതാം. അങ്ങനെ ഫൈനലി നമ്മുടെ വാവച്ചിയുടെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിന് ഒരു കവറിലാക്കി നമ്മൾ കൊടുക്കാൻ പോവാണ്, അല്ലേ കുട്ടാ? നാളെ വാവച്ചി കൊണ്ടുപോയിട്ട് കൊടുക്കണേ. വാവച്ചിയുടെ ഫ്രണ്ടിന് ഹാപ്പി ആയിരിക്കണം. ഓക്കെ, പറയണേ, ഇങ്ങനെ പറയണേ. ക്രിസ്മസ് സാന്റ വന്നു, സാന്റ വന്നിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് തന്നാൽ പറ. ചുമ്മാ ഫ്രണ്ട് എന്താ പറയണം നോക്കട്ടെ. സാന്റാക്ലോസ് വന്നു, എന്നിട്ട് ഗിഫ്റ്റൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് തന്ന്, എന്നിട്ട് ഇങ്ങനെ ഒരു കവറിലാക്കി തന്നു എന്ന് പറയണം. അപ്പം വാവച്ചിയുടെ ഫ്രണ്ടിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആകും. ഓ, സാന്റ തന്നു എന്നൊക്കെ പറയുമ്പോ വാവച്ചിക്ക് നാളെ സാന്റ തരും. വാവച്ചിയുടെ ക്രിസ്മസ് ഫ്രണ്ടിന്റെ സാന്റ കൊടുത്തിട്ട് പോകും, എന്നിട്ട് വാവച്ചിയുടെ തരും. നാളെ തരുവേ. ഓക്കെ, ഹാപ്പി. ഓക്കെ, നമുക്ക് അടുത്ത ആളുടെ ഗിഫ്റ്റ് പൊതിയാ, അല്ലേ? സാന്റ തരും. അടുത്ത ക്രിസ്മസിന് സാന്റ തരും. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ഗിഫ്റ്റും കൂടെ പൊതിയാനുണ്ട്. അതെ, വാവച്ചിയുടെ ചേച്ചി. അപ്പൊ നമുക്കിതാ നമ്മള് അടിപൊളി ഒരു സാരി ആട്ടോ വാങ്ങിച്ചേക്കുന്നേ. ഇത് നമുക്ക് സാരി വാങ്ങിക്കാൻ കാരണം പിള്ളേരല്ല, നമ്മുടെ കൊച്ചിനെ കിട്ടിയ ഫ്രണ്ടായിട്ട്. ആരാണ്? ക്ലാസ് രാധിക മിസ്സിനെ കിട്ടിയത്, ക്ലാസ് ടീച്ചറിനെ കിട്ടിയ. അപ്പൊ നമ്മള് സാരി വാങ്ങിച്ചു. ഉണ്ടോ? നല്ല രസമുള്ള സാരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലോ. സോ നമ്മള് ടീച്ചറിന് നമ്മള് പാക്ക് ചെയ്യാൻ നമുക്ക് പാക്ക് ചെയ്യല്ലേ ഞാൻ. ആര്? അതെ, വാവച്ചി സാന്റ വന്നപ്പം, സാന്റ വരുന്നതിന് മുന്നേ വാവച്ചി പറഞ്ഞു ഞാൻ സാന്റ വരുമ്പോ ഷേക്കാൻഡൊക്കെ കൊടുക്കും. പിന്നെന്തായിരുന്നു വേറെന്താ പറഞ്ഞല്ലോ? ഹൈഫേ കൊടുക്കുന്നത്. പക്ഷെ സാന്റ വന്നപ്പോഴത്തേക്ക് വാവച്ചി പേടിച്ചിട്ട് കരച്ചിലായിരുന്നു. അതെന്താ വാവച്ചി അങ്ങനെ? സാന്റ നിനക്ക് ഗിഫ്റ്റ് തരാൻ വന്നതല്ലേ, അല്ലേ? ഇനി നെക്സ്റ്റ് ഇയർ സാന്റ വരുമ്പം സംസാരിക്കണേ സാന്റനോട്. സാന്റയ്ക്ക് വിഷമം. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട് കേട്ടോ. വാവച്ചി വരാറായിട്ടുണ്ട്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. ഗിഫ്റ്റ് കൊടുക്കണം, പിന്നെ സർപ്രൈസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു വാവച്ചിക്കലും ഭയങ്കര ഹാപ്പി പേടിക്കാൻ തോന്നുന്നു, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. വാവച്ചി ഗിഫ്റ്റ് കിട്ടുമ്പോൾ വാവച്ചിയുടെ ഫേസൊക്കെ എങ്ങനെ കാണാൻ പറ്റിയില്ല. നമുക്ക് ഇപ്പം നോക്കാം. വാവച്ചി വരാറായിട്ടുണ്ട്. വാവച്ചി ഗിഫ്റ്റ് കാണിച്ചേ. ഹാപ്പി ആണോ? നോക്കട്ടെ.
വാവ്, ടിഫിൻ ബോക്സ്. ആരാ വാവച്ചിയുടെ ഫ്രണ്ട് ആരാ? ആ, ഗോകുൽ കൃഷ്ണയോ? ആഹാ, ഹാപ്പി. അങ്ങനെ ഇങ്ങനെ തിരിച്ചു വരക്കണം മുത്തേ. ആമി നിന്റെ ഗിഫ്റ്റ് കാണിച്ചടാ. സ്റ്റീലല്ലേ, സൂപ്പർ അല്ലേ? വാച്ചി ഇതിൽ ഫുഡ് കൊണ്ടുവന്നല്ലോ ഒരു ദിവസം. ആ വാ, ആമിയുടെ കാണിച്ചേ. നൈസ് ആണല്ലോ. ആരാ ഫ്രണ്ട്? കൈലാഷ്. അങ്ങനെ 2 പേർക്കും ഗിഫ്റ്റ് കിട്ടിയില്ലേ വാച്ചി? ആമിയുടെ ഇത് ബാഗ് അടിപൊളിയായിട്ടുണ്ട്. ഒരു ദിവസം എനിക്ക് തരണം കേട്ടോ ഇടാനായിട്ട്. വാച്ചിയുടെ ലഞ്ച് ബോക്സ് അമ്മയ്ക്ക് ദിവസം തരുമോ കൊണ്ടുപോകാൻ? എവിടെയും തരുമോ? വൈകിക്ക് ഹാപ്പിയാണോ വൈക? അങ്ങനെ കാണിച്ചോ? അങ്ങനെ വാവച്ചി ഗിഫ്റ്റൊക്കെ കിട്ടി സന്തോഷമായിട്ടിരിക്കും അല്ലേ വാവച്ചി? രാവിലെ തന്നെ കിട്ടിയോ ഉച്ചയ്ക്ക് കിട്ടിയോ? രാവിലെ കിട്ടിയോ? ഓക്കെ, അപ്പം നമുക്ക് വ്ളോഗ് എൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.